ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒത്തിരി സന്തോഷം അറിയിക്കാനുണ്ട്. ഇന്നലെ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ, ഇൻട്രോ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിന് നിറയെ പേര് സപ്പോർട്ട് ചെയ്തു. സോ അതിൽ ഇനിയും കൂടുതൽ സന്തോഷനും താങ്ക് യു സോ മച്ച്. ഈ ഒരു എൻകറേജ്മെൻറ്റിനും പ്രോത്സാഹനം എല്ലാത്തിനും. അപ്പം കീപ് സപ്പോർട്ടിങ് മീ. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു മധുരം ആകാം, ഒരു സിമ്പിളായിട്ടുള്ളൊരു മധുരം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നല്ല ചൂടാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ഫെബ്രുവരി പാതിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ സമ്മർ സ്റ്റാർട്ടായി. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ ഒരു കംഫർട്ട് സോൺ. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൽ വീട് പോലെയാണ്. ഇത് ഇച്ചിരി പഴയ വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു നാട്ടിലെ വീടുകളിൽ പഴയ വീടുകളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലൊരു സിറ്റ് ഔട്ടാണിത്. ഇവിടെ മഴയായാലും ശരി, വെയിലായാലും ശരി, ഈ ഒരു സ്ഥലം ഒരു നല്ലൊരു കംഫർട്ടാണ്. നല്ല കാറ്റുണ്ടാവും. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നൊരു സ്വീറ്റാണ്. അതായത് നമ്മുടെ ചന്നാദാൾ കൊണ്ടുള്ള നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കടലപ്പരിപ്പിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പിൻ്റെ ഒരു സ്വീറ്റാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണിത്. അളവ് ചോദിച്ചാൽ ഈ ഒരു ഗ്ലാസിൻ്റെ, ഈ വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ ഒരു മുക്കാൽ ഭാഗം കടലപ്പരിപ്പ് എടുത്താൽ മതി. അത് വാഷ് ചെയ്ത് കുതിർത്തൊരു 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര, ഒരു 10 ബാദാം കുതിർത്ത് വെച്ചതാണിതും, തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഉണക്കമുന്തിരി ആവശ്യത്തിന്. ഇതൊരു 5 സ്പൂണ് പഞ്ചസാര, ഏലക്ക ഒരു 4 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചതാണ്. ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് 2, അതായത് 1 ലിറ്റർ, 2 അര ലിറ്ററിൻ്റെ ആണ്. 1 ലിറ്റർ പാല്, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചന്നാദാൾ സ്വീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമുക്കൊരു കുക്കർ, ആദ്യം തന്നെ അത് വേവിക്കണം. അപ്പോൾ ഒരു കുക്കറിലിട്ട് നമ്മളിപ്പോൾ വേവിക്കാൻ പോവുകയാണ് കുതിർത്ത് വെച്ച ചന്നാദാൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാലിലാണ് വേവിക്കേണ്ടത്. പക്ഷേ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത് കാരണം ഇത് പാല് ഇങ്ങനെ പൊങ്ങി വരും. മേളിൽ വിസിലടിക്കുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ അത്രയും പാല് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം നമുക്ക് വെള്ളത്തിലും ചെയ്യാം, ഒന്നുമില്ല. പക്ഷെ പാലിൽ ചെയ്താൽ കുറച്ചുകൂടി ഒരു റിച്ച്നെസ് ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ വെള്ളത്തിലാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം, അതൊന്ന് മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം മതി. നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട. അപ്പോൾ ഇതൊരു അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള സ്വീറ്റാണ്. ഇതൊക്കെ ആദ്യമേ ഒന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം ചെയ്യാം. ഒരു 10 മിനിറ്റിൻ്റെ പണിയോടുള്ളൂ. ഇതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ, ആറി തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഓൾമോസ്റ്റ് തീരും. അപ്പോൾ നമുക്ക് ഈ വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 വിസിൽ ആകാൻ 4 വിസിൽ കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു 5ാമത്തെ വിസിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തുറന്നിട്ട് 5 വിസിലായി, ഞാൻ ഓഫ് ചെയ്യാണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിത് തുറന്നിട്ട് കാണിക്കാം എങ്ങനെ വെന്തിട്ടുണ്ടെന്ന്. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തണുത്തിട്ടേ ഇത് ഓപ്പൺ ചെയ്യാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇങ്ങനെ വേകണം.
അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിത് വേഗം ഒന്ന് തണുത്ത് കിട്ടണം, ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാലേ വേഗം നമുക്ക് തണുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് തണുത്ത് അരച്ചിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ വേവിച്ച കടലപ്പരിപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടത്തില്ല, ഭയങ്കര തിക്കാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് കുറച്ച് ഒഴിക്കാം. പക്ഷെ ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കുറച്ച് പാലും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ച് അങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ബാക്കിയുള്ള പാല് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കണം. ഓൾറെഡി വെന്തതാണ്, പക്ഷെ പാലിപ്പോൾ നമ്മൾ കാച്ചാത്ത പാൽ ഒഴിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് വേവിക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അടുത്ത പാക്കറ്റ് എടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാണ്. നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാത്ത പോലെ. നല്ല കട്ടിയുള്ള പാത്രം, അടി കട്ടിയുള്ള പാത്രം എടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കട്ടി ഇല്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനും കുറച്ചുകൂടെ ആകുമ്പോൾ ഇത് കടലപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലോണം തിക്കാവും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ആവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, അത് പൊടി ആക്കിയിട്ടില്ല. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരാൻ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് വെക്കാണ്, ഒരു 1/4 ഗ്ലാസ് കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാം. ഇപ്പോൾ സപ്പോസ് ഫൈനൽ ഇത് മധുരം പറ്റുന്നില്ല, ഇനിയും വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇട്ടാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കുക, കൈവിടാണ്ട് ഇളക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ കയ്യിൽ കോവ, അൺസ്വീറ്റൺ കോവ, മധുരം ഇല്ലാത്ത കോവ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അത് നല്ലൊരു റിച്ച്നെസ് കൊടുക്കും ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ അതുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. ഇത് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡും കോവയും രണ്ടും ചേർത്തിട്ടാൽ ഇനിയും നല്ല റിച്ച്നെസ് ആയിരിക്കും. നമുക്ക് ഈ ഫങ്ഷൻസും ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്വീറ്റ് നല്ലൊരു റിച്ച്നെസ്സിൻ്റെ ഒരു ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മൊത്തം എടുക്കുന്നില്ല, പാതി കുറച്ചുകൂടെ ഒഴിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ കോവ ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്കിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിച്ച്നെസ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പാതി കണ്ടൻസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓർമ്മിക്കുക, ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 2 മിനിറ്റിൻ്റെയും കൂടെ ഒരു പരിപാടിയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ നടുവിൽ ഞാൻ ബാദാമൊക്കെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇതൊന്ന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനായിട്ടുള്ള രീതിയിൽ. ഇളക്കി കൊടുക്കാൻ നല്ലോണം. ഇനി ഒരു 2 മിനിറ്റ്. ഇപ്പം നമ്മുടെ സ്വീറ്റ് ഓൾമോസ്റ്റ് ആയി. അപ്പോൾ ഈ സമയത്ത് ഫുഡ് കളർ വേണമെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ഓറഞ്ച് കളർ ലൈറ്റ്, ഒരു നുള്ള് ഈ സമയത്ത് നമുക്കൊന്നിടാം. ഞാനിവിടെ ഇടുന്നില്ല, എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാനിവിടെ ഫുഡ് കളർ ഉപയോഗിക്കാം. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാദാമില്ല, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു സ്വീറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ബാദാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇളക്കി കൊടുക്കുക, ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ സമയം കൊണ്ട് നെയ്യിൽ വറുത്ത് വെച്ച ഉണക്കമുന്തിരിയില്ല ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ GRB നെയ്യിൽ വറുത്തതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ലാസ്റ്റ് ഒന്ന് അലങ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലപ്പരിപ്പ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാണ്, വേറൊരു പാത്രത്തിലിട്ട് നമുക്കിത് മാറ്റാം. അപ്പം ഞാൻ സ്വീറ്റ് ഒരു വേറെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ചിരുന്ന നട്ട്സ് കുറച്ച് നമുക്കൊരു അലങ്കാരത്തിന് ഇട്ട് വെക്കാം. ഉണക്കമുന്തിരിയും കൂടെ അതിൻ്റെ മുകളിൽ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് നല്ല എല്ലാ ഏജിലുള്ളവർക്കും ഇതൊരു നല്ലൊരു ഡെസേർട്ടായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒരു മണിക്കൂർ മതിയാവും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് നല്ല തണുപ്പ് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൂടി വെക്കാം. അപ്പോൾ ഇത് അതിന് ശേഷം എടുത്ത് കഴിക്കാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റാണിത്. എൻ്റെ ചാനൽ Bangalore_Mallu_Sindhu. പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.